ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അവന്തികേനെ നല്ല സംശയം ഉണ്ടാവും കേട്ടോ. അവൾ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഈ ഡേവിഡ് ഫോണിൽ സംസാരിച്ചത് അവളെയാണോ എന്നൊക്കെ ഒരു സംശയം അബിക്ക് നന്നായിട്ടുണ്ട്. അബി വീട്ടിൽ വന്നതിന് ശേഷം അവന്തിക അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, അവൾക്ക് ഡയറക്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ഇതെന്തായാലും താൻ തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വിചാരിക്കണം അബി അവന്തികട് ചോദിക്കേണ്ട, നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, നിനക്ക് AM ജ്വല്ലറിലേക്ക് വന്നൂടെ, അവിടെ നല്ല പൊസിഷനിൽ നിനക്ക് ജോലി തരാം. അയ്യോ, എൻ്റെ ശത്രുക്കളുടെ ജ്വല്ലറി പോയി ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാനേ ഇവിടെ മൂർത്തീസ് ജ്വല്ലറിയുടെ നന്മക്കും അതുപോലെ തന്നെ നേട്ടത്തിനും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നെ മോഡലായിട്ട് മൂർത്തീസ് ജ്വല്ലറീസ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അത് സ്വീകരിക്കും. അല്ലാതെ AM ജ്വല്ലറിയുടെ മോഡലാവാനൊന്നും എന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയോടൊന്ന് പോകുന്നുണ്ട്. പക്ഷെ അബിക്ക് നല്ല സംശയമുണ്ട്. ഇവള് അഭിനയിക്കാണ്, പഠിച്ച കള്ളി തന്നെ, എന്നെക്കാളും വിളഞ്ഞ വിത്ത ഇവള് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അബി കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അബിക്കൊരു സംശയം. നമ്മുടെ നവ്യടുത്ത് ചോദിക്കേണ്ടത്, ഈ ഡേവിഡ് സാർ തനിക്ക് എന്തിനാണ് ഇത്രയും വലിയ പോസ്റ്റ് തന്നിരിക്കുന്നത്? ഡേവിഡ് സാർ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് തരേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല തന്നെ വിളിക്കണതോ സാറെന്നാണ്. ഏതെങ്കിലും ഒരു സാറ് അവിടെ വർക്ക് ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫിനെ സാറേന്ന് വിളിക്കോ? അതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കും? അയാൾ എനിക്ക് വല്ലാതെ ബഹുമാനവും സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പണം വാരിക്കോരി തരുവാണ് ചെയ്യണത്. നവ്യാണെങ്കിൽ ഒരു മോഡലിന് ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം അങ്ങനെ തന്നെ നവ്യയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന ഇതിനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ അബി നവ്യയോട് ചോദിക്കുന്നുണ്ട്, നീ ഡേവിഡ് സാറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് കണക്ഷൻ? ഞാൻ അയാളുടെ കമ്പനിയിലെ മോഡലല്ലേ, അല്ലാതെ വേറെന്ത്? അല്ല, വേറെ എന്തെങ്കിലും ഏർപ്പാട് നിങ്ങൾ തമ്മിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കണം അബിയുടെ മുഖത്തിട്ട്. നവ്യ രണ്ടും കൽപ്പിച്ചിട്ടാണ് കൊടുത്തത്. കാരണം വേറൊന്നല്ല, ഇത്രയും ദിവസം ഇങ്ങനെ പിടിച്ചു നിൽക്കല അബിയെടുത്തുള്ള ദേഷ്യം, അതെല്ലാം കൂടി ആ ഒരു ഒറ്റ അടിയിൽ തീർക്കാണതേ. എൻ്റെ ക്യാരക്ടറെ കുറിച്ച് മോശം പറഞ്ഞാലുണ്ടല്ലോ, അയ്യോ സോറി ഞാൻ ചുമ്മാ പറഞ്ഞാണ്, സോറി നവ്യേ, നീ എന്നോട് ക്ഷമിക്കും, ഞാൻ തമാശയൊക്കെ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് തടി തപ്പുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കണോ, അവളുടെ ഒരു അടി, എന്തൊരു അടിയാണ് അവൾ അടിച്ചത്, കാരണം പുകഞ്ഞു പോയി, വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതിനൊക്കെ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നയനയാണെന്നുണ്ടെങ്കിലോ നയനല്ല നവ്യാണെന്നുണ്ടെങ്കിലോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കൂട്ടുകാരി നവ്യയോട് ചോദിക്കേണ്ടത്, നിനക്ക് എങ്ങനെ പറ്റുന്ന നവ്യെ അബിയുടെ അടുത്ത് കൂടെ ഇങ്ങനെ നിൽക്കാനായിട്ട്? അവന്റെ ചതിയൊക്കെ മനസ്സിലായിട്ട് നിനക്ക് എങ്ങനെ അവന്റെ കൂടെ നിൽക്കാൻ തോന്നണം? എല്ലാത്തിനും ഞാൻ കണക്ക് ഓങ്ങി വെച്ചിട്ടുണ്ടടി, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അവനെ കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഞാൻ സ്നേഹിച്ചവരെ ഇനി ഒരുപാട് സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നിലകൊള്ളണം, അവരുടെ നന്മ വരാൻ വേണ്ടി പ്രവർത്തിക്കണം. പാവം, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞതും അതുപോലെ തന്നെ മോശക്കാരനായി കണ്ടതും ചീത്ത പറഞ്ഞതും അതുപോലെ തന്നെ വൃത്തികെട്ടവനായിട്ട് കണ്ടതൊക്കെ ആദർശേട്ടനെയാ. ആദർശേട്ടൻ പക്ഷെ എല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ വേണമെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് പോവായിരുന്നു. പക്ഷേ എല്ലാവരും ഞാൻ ആ കുടുംബത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞും അവിടെ ഉണ്ടാവാൻ വേണ്ടിയല്ലേ നയനയും ആദർശേട്ടനൊക്കെ ഒരു സത്യം എന്നോട് പറയാതിരുന്നത്. അവരാദ്യമേ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അബീനെ ഞാൻ തന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയാനെ. പക്ഷെ അവരെന്നെ മനസ്സിലാക്കിയില്ല. അവർ വിചാരിച്ചു ഞാൻ കുഞ്ഞായിട്ട് പോകുമെന്ന്. എന്തായാലും അബീനെ കൊടുക്കുമ്പോൾ നല്ല രീതി തന്നെ എനിക്ക് കൊടുക്കണോടി, അതെന്റെ വാശിയാണ്. അതിനെ വേണ്ട ഞാൻ കാത്തിരിക്കണത്. അവനെ മാത്രമല്ല, അവന്റെ ഒരു അമ്മയുണ്ടല്ലോ, അവരെ എനിക്ക് പുറത്താക്കണം. മൂർത്തീസിന്റെ കമ്പനിയിലെ ഏറ്റവും വലിയ വിഷവിത്തെന്ന് പറഞ്ഞത് ഈ അബിയുടെ അമ്മ തന്നെയാണ്. മൂർത്തി അപ്പൂപ്പൻ ഏറ്റവും മോശമായിട്ട് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അബിയുടെ അമ്മേനെ ദത്തെടുത്ത തീരുമാനമാണ്. എന്നിട്ടോ അവര് രാജകീയമായിട്ട് വളർത്തി. എന്നിട്ട് അവർ കാണിച്ചതോ കുപ്പയിലല്ലേ ഉണ്ടായത്, അപ്പൊ ആ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് നവ്യ. അതിനുശേഷം നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാലും ഈ ഡേവിഡ് സാർ ആരായിരിക്കും? എന്തിനാണ് ഇയാൾ ഇത്രമാത്രം പണം വാരിക്കോരി എറിയണത്? അയാളുടെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. അയാൾ വെറും ഒരു ഡമ്മി മാത്രമാണ്. അയാളുടെ പിന്നാലെ കളിക്കണത് ആരാന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കണ്ടുപിടിക്കും. ഈ നവ്യ ഒരു കാര്യം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചതിന് അത് കണ്ടുപിടിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ ചിരിക്കുകയാണ്. ശേഷം AM ജ്വല്ലറിലേക്ക് പിന്നീട് പോകുമ്പോഴേക്കും നവ്യ വിചാരിക്കുകയാണ്, ആ ഡേവിഡ് സാറിന്റെ മൊബൈൽ ലോക്ക് ആകുമ്പോൾ അൺലോക്ക് ചെയ്യണം, പാസ്വേഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അയാളുടെ ഫോൺ അൺലോക്ക് ചെയ്യണം, അയാളുടെ നമ്പറിൽ പേര് രേഖപ്പെടുത്താത്ത രീതിയിൽ S എന്നും M എന്നും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. N എന്നും പറഞ്ഞ നമ്പർ, S എന്ന് പറഞ്ഞ നമ്പർ, ആ നമ്പറൊക്കെ നോട്ട് ചെയ്യണം. അതെ, അത് തന്നെയാണ് ഇനി വേണ്ടത്. അയാളുടെ പാസ്വേഡ് എങ്ങനെയെങ്കിലൊക്കെ തന്ത്രത്തിൽ കൈക്കലാക്കിയേ പറ്റൂ എന്ന് നവ്യ വിചാരിക്കേണ്ട. പിറ്റേ ദിവസം നവ്യ ഓഫീസിൽ പോകുമ്പോഴേക്കും
നമ്മുടെ ഡേവിഡ് ഇതാര് വാ വാ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഇയാളുടെ മൊബൈലിലേക്ക് ഒരു കോള് വന്നിരുന്നെങ്കിൽ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വേണമെങ്കിൽ അതൊന്ന് ചെയ്താനായിരുന്നു. പാസ്വേഡ് ഒന്ന് അയച്ചാൽ ഒരു കാര്യമില്ല, ഒരു മെസ്സേജ് അയച്ചാലാ, കൂട്ടുകാരത്തെ ഒരു മെസ്സേജ് അയക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് കൂട്ടുകാരത്തേക്ക് ഡേവിഡിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എടി നീ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, വല്ല ജോലി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയക്ക്, അയാൾ പാസ്വേഡ് വെച്ചിട്ട് ലോക്ക് തുറക്കണതൊന്ന് കാണാനാണ്. ശരിയിടി എന്ന് കൂട്ടുകാരി പറയണ്ടേ. അങ്ങനെ നവ്യ തിരിച്ച് അവിടെ വന്നിരിക്കുകയാണ്. ഡേവിഡ് ചോദിക്കണ്ട എന്താ എന്താ ഇപ്പൊ വന്നത് മാഡം? ഒന്നുമില്ല, ഞാൻ ചുമ്മാ അബീനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഡേവിഡ് സാറിന്റെ അടുത്ത് വന്നേ ഉള്ളൂ. അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഡേവിഡ് സാറിന്റെ മൊബൈലിലേക്ക് 1 2 3 മെസ്സേജ് വരും കേട്ടോ. ഇതെന്താ ഈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഡേവിഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആട്ടോ. അത് പെട്ടെന്ന് തന്നെ നവ്യ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ശേഷം നവ്യ ചോദിക്കണ്ട ആരാ മെസ്സേജ് അയച്ചത് സർ? ജോലി ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെസ്സേജ് അയക്കണതാണ്. ഇവർക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി? ചിലപ്പോൾ സാറിന് വരെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ കൊടുത്തതായിരിക്കും. എന്ത് പറയാനേ, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ പുതിയതായിട്ട് ആരും എടുക്കുന്നില്ല. ആ കൂട്ടെടുത്തൊരു 1 മാസം വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡേവിഡിന്റെ പാസ്വേഡ് നവ്യ ആ സമയത്തിനുള്ളിൽ തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അയാൾ അവിടുന്ന് ഫോം വെച്ച് പോകുമ്പോഴേക്കും അതൊന്ന് അന്വേഷിക്കണം, അതൊന്ന് തുറക്കണം എന്ന് നവ്യ വിചാരിക്കുകയാണ്. ശേഷം നവ്യ പറയണ്ട്, ഡേവിഡ് സർ എനിക്കൊരു സഹായം ചെയ്യാവോ? എന്താ? അല്ല, അഭി എന്തോ വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി ചോദിക്കാവോ എന്താണെന്ന്? അവന്റെ കാലിന് വലിയ സുഖമില്ല, അവനിവിടെ വരെ നടത്തിക്കണ്ടല്ലോ, അതുകൊണ്ടാ. ശരി, ഞാനിപ്പോ പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് അവിടെ നിന്ന് പുറത്തേക്ക് പോകണം അഭിയുടെ അടുത്ത്. ആ സമയത്ത് നവ്യാണെങ്കിൽ ഡേവിഡിന്റെ ഫോൺ എടുത്തിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യാട്ടോ. ഭാഗ്യം, അതന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ എല്ലാം തന്നെ നവ്യയുടെ മൊബൈലിൽ മെസ്സേജ് അല്ല ഫോട്ടോ ആയിട്ട് എടുത്ത് വെക്കുകയാണ് പെട്ടെന്ന് ഇതാക്കാനായിട്ട്. അങ്ങനെ എല്ലാ നമ്പറും ഇങ്ങനെ നോട്ട് ചെയ്ത് ഇതിൽ ആരാണ് ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ ഉടമയും ഇത് തലപ്പത്തിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നവ്യ ഓരോരോ നമ്പറുകളും ഇങ്ങനെ എടുത്തെടുത്ത് ഫോട്ടോസ് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഒന്നറിയത്ത പോലെ അവിടെ തന്നെ ഫോം വെക്കുക കേട്ടോ. അതിനുശേഷം അബിയുടെ അടുത്തേക്ക് ഡേവിഡ് പോകുന്നുണ്ട്. അല്ല, സാർ എന്നെ വിളിച്ചിരുന്നോ? ഇല്ല. അല്ല, നവ്യ മേഡം പറഞ്ഞു സാറിനെ വിളിച്ചിരുന്നോന്ന്. ആണോ? അവളെന്താ അങ്ങനെ പറഞ്ഞെന്നറിയില്ല, ഞാൻ വിളിച്ചില്ല. ആണോ? ചിലപ്പോൾ നവ്യ മേഡത്തിന് തെറ്റിയതായിരിക്കും അല്ലെ? ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഡേവിഡ് അടുത്തേക്ക് വരുന്നുണ്ട്. അതെ മേഡം, എന്നെ അഭിസാറ് വിളിച്ചില്ലല്ലോ? വിളിച്ചില്ലേ? അപ്പോ വേറെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞതായിരിക്കും. സോറി, ഒരുപാട് ടെൻഷൻ ഇപ്പൊ തലയിലുള്ളതുകൊണ്ടേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ്. ശരി സർ, എന്നാൽ എന്തിനോട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഓണം ഷൂട്ടിന് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വില അനുസരിച്ച് ആളുകൾക്ക് സ്വർണം മേടിക്കാൻ വലിയ മടിയാണ്. അതുകൊണ്ട് നമ്മൾ വമ്പിച്ച വില കുറവാണ് ഓഫർ ചെയ്യാൻ പോണത്. ആയിക്കോട്ടെ, ഞാൻ മോഡലായിട്ട് പരസ്യം ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് നവ്യ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. നവ്യ വിചാരിക്കണം പിന്നെ വാരിക്കോരി കൊടുക്കും, ഇയാളെ തലപ്പത്ത് ആരാണ്, വല്ല കള്ളക്കടത്തുകാരനായിരിക്കും, എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. അപ്പൊ നവ്യ തന്നെയാണ് കണ്ടുപിടിക്കാൻ പോണത് അബിയുടെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.